ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്നെ സ്ഥിരപ്പെടുത്തണമേ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 17 അധ്യായം 5-6 വാക്യങ്ങൾ. എന്റെ കാൽപ്പാടുകൾ വഴുതി പോകാതിരിക്കാൻ എന്റെ കാലടികൾ നിന്റെ പാതകളിൽ ഉറപ്പിക്കണമേ. ദൈവമേ, നീ എന്റെ വാക്ക് കേൾക്കുമല്ലോ. നിന്റെ ചെവി എന്റെ അടുക്കൽ ചായ്ച്ച് എന്റെ വാക്ക് കേൾക്കണമേ. നാം ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ ഒരു മഹത്തായ പ്രവൃത്തി ചെയ്യുന്നു. ദൈവം നമ്മെ സ്ഥാപിക്കുന്നു, നമ്മെ ശക്തിപ്പെടുത്തുന്നു, നമ്മെ നീതിയിൽ ഉറപ്പിക്കുന്നു. അവൻ നമ്മുടെ ആന്തരിക അസ്തിത്വത്തിന് ധൈര്യവും ശക്തിയും നൽകുന്നു. വിശുദ്ധിയിൽ നിന്ന് കൂടുതൽ വിശുദ്ധിയിലേക്ക് വളരാൻ നമ്മെ സഹായിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്നു. യേശുവിന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ കഴുകി കളയപ്പെടുന്നു. എന്നാൽ രക്ഷയ്ക്ക് ശേഷം നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കപ്പെടുകയും ദൃഢമായി സ്ഥാപിക്കപ്പെടുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നാം ദൈവം മുൻപാകെ നമ്മെ തന്നെ താഴ്ത്തുകയും പ്രാർത്ഥനയിൽ സ്വയം സമർപ്പിക്കുകയും അവന് കീഴടങ്ങുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം കൂടുതൽ സ്ഥിരതയുള്ളതും ഉറപ്പുള്ളതുമായി തീരുന്നു. തിരുവെഴുത്ത് പറയുന്നു, നമ്മെ സ്നേഹിക്കുകയും തന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുകയും തന്റെ ദൈവത്തിനും പിതാവിനും നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കുകയും ചെയ്തവന് എന്നേക്കും മഹത്വവും ആധിപത്യവും ഉണ്ടാകട്ടെ. ആമേൻ. ഇത് വെളിപ്പാട് 1 അധ്യായം 6 വാക്യത്തിൽ കാണപ്പെടുന്നു. നാം ചെയ്യുന്ന ചെറിയ പാപങ്ങളെ അവഗണിക്കുകയും അവ ഉടനടി തിരുത്താൻ പരാജയപ്പെടുകയും ചെയ്താൽ അവ പെട്ടെന്ന് നമ്മെ ഒരു വലിയ വീഴ്ചയിലേക്ക് നയിക്കും. ജഡീക പ്രവർത്തികളിൽ നിന്ന് നാം ശുദ്ധീകരിക്കപ്പെടണം. വൃദ്ധമായ വാക്കുകളിൽ നിന്ന് നാം ശുദ്ധീകരിക്കപ്പെടണം. മോഹം നിറഞ്ഞ നോട്ടങ്ങളിൽ നിന്ന് നാം ശുദ്ധീകരിക്കപ്പെടണം. നാം ഒരു അശുദ്ധ ലോകത്തിലാണ് ജീവിക്കുന്നത്. മനുഷ്യന്റെ ഉദ്ദേശങ്ങളും പ്രവൃത്തികളും ചിന്തകളും എല്ലാം അശുദ്ധിയാൽ മലിനമാണ്. അത്തരമൊരു ലോകത്തിന്റെ നടുവിൽ വിശുദ്ധി നിലനിർത്തണമെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നാം എത്ര ആഴത്തിൽ താഴ്മയുള്ളവരായിരിക്കണം. അവന്റെ ശുദ്ധീകരണത്തിന് മനസ്സോടെ കീഴടങ്ങണം. നാം കർത്താവിൽ ആശ്രയിക്കുകയും പരിശുദ്ധാത്മാവിന്റെ സഹായം തേടുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിനാൽ പ്രാർത്ഥിക്കുക. നമുക്ക് നമ്മുടെ തെറ്റുകളും പരാജയങ്ങളും ആളുകളിൽ നിന്ന് മറയ്ക്കാം. പക്ഷേ കർത്താവിൽ നിന്ന് നമുക്ക് അവ എങ്ങനെ മറയ്ക്കാൻ കഴിയും? പരിശുദ്ധാത്മാവിൽ നിന്ന് നമുക്ക് എങ്ങനെ എന്തെങ്കിലും മറയ്ക്കാൻ കഴിയും? ദാവീദ് വിളിച്ചു പറഞ്ഞു, അവന്റെ തെറ്റുകൾ ആർക്ക് മനസ്സിലാക്കാൻ കഴിയും? രഹസ്യ പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന്. ഇത് സങ്കീർത്തനം 19 അധ്യായം 12 വാക്യത്തിൽ കാണപ്പെടുന്നു. ദൈവമക്കളെ, നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും ശുദ്ധീകരിച്ച പൊന്നുപോലെ തിളങ്ങുകയും വേണം. നിങ്ങൾ വീണ്ടും വീണ്ടും വഴുതി വീഴാതെ സ്ഥിരമായി കർത്താവിനെ അനുഗമിക്കണം. നിങ്ങൾ പ്രാർത്ഥനയുടെ യോദ്ധാക്കളായി മാറുകയാണെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥന നിങ്ങളെ താങ്ങുക മാത്രമല്ല, അത് നിങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിലുള്ള വാക്യം സങ്കീർത്തനം 91 അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. നീ എന്റെ സങ്കേതമായ കർത്താവിനെ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കാൽ ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ലേവ്യ പുസ്തകം 6-7 അധ്യായങ്ങൾ, വൈകുന്നേരം മത്തായി സുവിശേഷം 25 അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.